പൊളിയല്ലേ? ഓക്കെ. അതുപോലെ തന്നെ റൊണാൾഡോൻ്റെ കട്ട ഫാൻസ് ആണോ? ആ അതെ അതെ. ഹേ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ കട്ടൗട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുള്ളത് കൊല്ലങ്കോടാണ്, പാലക്കാട് ജില്ലയിലെ. അപ്പോൾ നമ്മളിപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ആക്ച്വലി പാലക്കാട് എൻ്റെ ഹോം ടൗൺ തന്നെയാണ്. അപ്പോൾ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കോയമ്പത്തൂരാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കോയമ്പത്തൂരിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ആ സ്ഥലത്തിലോട്ട് പോവുകയാണ് കേട്ടോ. ഓക്കെ. സോ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ളും അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. ഞാനിപ്പോൾ ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു 4 വരി പാതയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ വലിയ വലിയ വണ്ടികൾ, അതേപോലെ സ്ലോ ആയിട്ട് പോകുന്ന വണ്ടികൾ ഫുള്ള് ഈ റൈറ്റ് സൈഡ് ട്രാക്ക് പിടിച്ച് പോകുന്നത് കാണാം. ആക്ച്വലി അത് ഭയങ്കര മിസ്റ്റേക്കാണ്. കാരണം റൈറ്റ് സൈഡ് ട്രാക്ക് എന്ന് പറയുന്നത് നമ്മൾ സ്പീഡിങ് ചെയ്യാനും അതുപോലെ തന്നെ ഓവർടേക്ക് ചെയ്യാനും വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ട്രാക്കാണ്. അതിലോട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള വലിയ വണ്ടികൾ, ഇപ്പോൾ ഫ്രണ്ടിൽ പോകുന്ന ലോറി വണ്ടിയിൽ പതുക്കെയാണ് പോകുന്നത്, പക്ഷേ റൈറ്റ് സൈഡ് ട്രാക്ക് പിടിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് എന്തുണ്ടാകുന്ന വെച്ചാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്യേണ്ട അവസ്ഥ വരും, അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ഒരു കറക്റ്റായിട്ടുള്ളൊരു ബോധവൽക്കരണം അതിനാവശ്യമാണ്. നമ്മളിപ്പോൾ ഡ്രൈവേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ അവർ ഇപ്പോൾ നമ്മൾ നോട്ടീസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് മേടിച്ച് ചുമ്മാ കയ്യിൽ വയ്ക്കും, അതത്രേ ഉള്ളൂ. അപ്പോൾ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അതും ശരിയാണ്. കാരണം ലെഫ്റ്റ് സൈഡ് ട്രാക്ക് പിടിച്ച് പോകുന്ന സമയത്ത് സൈഡിലുള്ള ഡിസ്ട്രാക്ഷനൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും, കുറച്ച് റിസ്ക്കാണ്. അതുകൊണ്ടാണ് അവർ മാക്സിമം റൈറ്റ് ട്രാക്ക് പിടിച്ച് പോകുന്നത്. ഓക്കെ. ബട്ട് റൈറ്റ് ട്രാക്ക് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് സ്പീഡിൽ പോകാനും അതേപോലെ ഓവർടേക്കിങ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്ന ട്രാക്കാണ് കേട്ടോ അത്. അപ്പോൾ അത് എല്ലാവർക്കും മാക്സിമം അറിയാം, ബട്ട് ആരും അതങ്ങനെ കാര്യമായിട്ട് അത് ഫോളോ ചെയ്യാറില്ല. ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും നമ്മൾ സ്ലോയിൽ പോകുന്ന സമയത്ത് നമ്മൾ മാക്സിമം ലെഫ്റ്റ് സൈഡ് ട്രാക്ക് പിടിച്ച് പോകാൻ ശ്രമിക്കണം. കാരണം സ്പീഡിൽ പോകുന്ന വണ്ടികൾക്ക് നമ്മൾ ഇല്ല അങ്ങനെ പോകാണ്ടിരിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത് വെച്ചാൽ നമ്മൾ ഈ കട്ട് ചെയ്ത് പോകേണ്ട അവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. കാരണം റൈറ്റ് സൈഡ് സ്ലോ ആയിട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഫ്രീ ആയി കിടക്കുന്നത് നമ്മൾ ലെഫ്റ്റ് സൈഡിലൂടെ കയറി പോകും. ഓക്കെ. അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ നമ്മൾ ഈ ഭാഗത്ത് ഫുള്ളായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ കേട്ടോ, ഇന്ത്യയിൽ ആ ഒരു ഡിസിപ്ലിൻ ഭയങ്കര കമ്മിയാണ്. ഇപ്പോൾ കണ്ടില്ല, ഇപ്പോൾ ഈ ഒരു ലോറി ഒക്കെ ഇത് ഓവർടേക്കിംഗ് ചെയ്യണം. ബട്ട് ഇപ്പോൾ ഈ രണ്ട് വണ്ടി ഇപ്പോൾ ഒരേ സ്പീഡിൽ ഇങ്ങനെ ഇത് പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്തുണ്ടാകുന്ന വെച്ചാൽ ഈ പുറകിൽ നിന്ന് വരുന്ന കുറച്ച് സ്പീഡായിട്ട് വരുന്ന വണ്ടികൾ, ചെറിയ വണ്ടികൾക്കൊക്കെ അത് കടന്ന് പോകാനൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ട്രക്ക് ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയാണെങ്കിൽ ശരി, അതിനിപ്പോൾ പെട്ടെന്നൊന്നും ഈ ട്രാക്ക് മാറില്ല. അവർ മാക്സിമം വെച്ച് പിടിക്കുക, അത് ആ ട്രാക്കിൽ തന്നെയായിരിക്കും വെച്ച് പിടിക്കുക. കണ്ടില്ലേ, ആ റൈറ്റ് സൈഡ് ട്രാക്കിൽ തന്നെയായിരിക്കും വെച്ച് പിടിക്കുക അപ്പോഴും. അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ നമ്മൾ ഭയങ്കരമായിട്ട് കുറവുണ്ട് ഗൈസ്. സോ ഈ വീഡിയോ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. ആരെങ്കിലും ഒരാൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ ഗൈസ്. ഓക്കെ. ഹേ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മളെത്തി ആ ലൊക്കേഷൻ എത്തി കേട്ടോ. നമ്മളത് വെച്ചിരിക്കുന്ന ലൊക്കേഷനിലോട്ട് എത്തി. കണ്ടില്ലേ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഉണ്ടോ, വാ. അപ്പോൾ ഇതാണ് ഗൈസ് ആ സ്പോട്ട്. അപ്പോൾ യാ, വാ. ഏകദേശം ആക്ച്വലി ഇത് വന്നിട്ട് സെക്കൻഡ് കട്ടൗട്ടാണ് കേട്ടോ. ഫസ്റ്റ് ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് ബട്ട് ഇപ്പോൾ ഈ മഴ അത് കാരണം അത് ഒന്ന് കേടുവന്നു. അപ്പോൾ അതിനുശേഷം ഇത് റീബിൽഡ് ചെയ്താണ്. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ലോകത്തിൽ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ഏറ്റവും ഉയരം കൂടിയ കട്ടൗട്ടാണെന്നാണ് തോന്നുന്നത്. ഓക്കെ. സോ യാ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്ന എവിടെയെന്ന് വെച്ചാൽ നമ്മൾ പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോട് എന്നൊരു സ്ഥലമുണ്ട്. അതൊരു ട്രൈ ജംഗ്ഷനാണ്. അത് ഒരു റോഡ് പോകുന്നത് തൃശ്ശൂർ, ഒരു റോഡ് പൊള്ളാച്ചി, ഒരു റോഡ് പാലക്കാട്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് അതിൽ പൊള്ളാച്ചി പോകുന്ന റോഡിലോട്ട് ഒരു 2 കിലോമീറ്റർ കൊല്ലങ്കോട് ടൗണിൽ നിന്ന് വന്നു കഴിഞ്ഞാലാണ് ഈ സ്പോട്ട് കേട്ടോ. ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ്, അതിൻ്റെ ഗ്രൗണ്ടിലായിട്ടാണ് ഈ സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. പൊളിയല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക്
എന്തിനകത്ത് അങ്ങനെ പൈസ വേസ്റ്റ് ചെയ്യണേ, അതുപോലെ നിങ്ങൾക്ക് ജോലിക്ക് പോയിക്കൂടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗൈസ്. അപ്പോൾ അവരോടൊക്കെ ഞാൻ സാധാരണ ഒന്നും പറയാറൊന്നുമില്ല, ബട്ട് പറയണം. അതായത് നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബട്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, റൊണാൾഡോൻ്റെ കട്ട ഫാൻസ് ആണോ? ആ അതെ അതെ അതെ, ബട്ട് യൂട്യൂബറാണ്. എന്താ യൂട്യൂബ് നെയിം? ഓക്കെ 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 ഗൈസ്. സോ നിങ്ങൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ പയ്യന്മാരെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, ഇനിയിപ്പോൾ അഴിക്കില്ല എന്നാണ് പറഞ്ഞത്. ചാനലിൻ്റെ നെയിം എൻ്റെ ഹെൽമെറ്റ് പിന്നാലെ നോക്ക്. അതാണ് യൂട്യൂബ് നെയിം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി മെല്ലെ വിടാം. ഓക്കെ, പിന്നെ എൻ്റെ ഇത് ഹോം ടൗൺ ആണ്. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട്. ഓക്കെ ദെൻ ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സംഭവം വേൾഡ് കപ്പിൽ പോർച്ചുഗൽ തോറ്റെങ്കിലും ആ ഒരു റൊണാൾഡോൻ്റെ ഒരു സ്റ്റാർഡം എന്തായാലും എവിടെയും പോവില്ല ഗൈസ്. സോ സെറ്റ് അല്ലേ? ഓക്കെ ദെൻ ബൈ, റൈറ്റ് സേഫ് ഗൈസ്. ശരിയെന്നാ മക്കളെ.